സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് താമരക്കുളം പഞ്ചായത്തിലെ 5ാം വാർഡിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കുട്ടുമോൻ പി.പി. എരുമപ്പെട്ടി ജാനുവും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിലേക്കാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട്. ഇനി അതിന്റെ കാഴ്ചയിലേക്ക്. പ്രിയപ്പെട്ട താമരക്കുളം നിവാസികളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കുട്ടുമോൻ പി.പി.യെ ഓല പി.പി. അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞിട്ട് 4 എണ്ണല്ലേ ഉള്ളൂ. നമുക്ക് മാറ്റി പിടിക്കാം. 5 10 ആക്കാം നമുക്ക്. നാലും വെട്ടും പിന്നാലെ. നമസ്കാരം. ഇനി പറയണ്ടല്ലോ, ഒലപ്പിപ്പിക്ക് തന്നെ കുത്തിയേക്കണേ. ആസന ആ കൊച്ചിനടുത്ത് കയ്യിലെടുത്ത് കൊഞ്ചിക്ക്. അതൊക്കെ വേണോടാ, വേണം. അന്ന് നല്ല സീനായിരിക്കും. കുട്ടുമോന്റെ മുത്തേ. അവന്റെ പേരെന്താ? അച്ചുകുട്ട. എവിടെ മുള്ളി? തൊരപ്പാ കൊച്ചു മുള്ളി. കൊച്ചു പണി പറ്റിച്ചോ? നീ കൊണ്ടുപോവാ കൊച്ചിനെ. അത് സാരമില്ലെന്നേ. ഉണ്ണിമൂത്ര കുഞ്ഞാവല്ലേ? അതൊന്നുമല്ല, കൊച്ചിന് കൃത്യമായിട്ട് അറിയാം കക്കൂസ് എവിടെയാണെന്ന്. ശരിയാ. അപ്പൊ മറക്കല്ലേ ഓലപ്പിപ്പി. ആശാനെ, നമുക്ക് ഇനി പോകുന്ന വീടുകളിലെ പെണ്ണുങ്ങളെ കയ്യിലെടുക്കണം. അത് നിന്നെ പറയാനുണ്ടോടാ? ശ്രീമതി ചേച്ചി, നീ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കോ? ചെവിയിലെ മൂളല് നിക്കുന്നില്ലടാ. ആശാൻ എവിടെ പരിപാടി വിളിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. എന്റെ ചിഹ്നം. ഇറങ്ങി പോടാ ഓല പിപി, അവന്റെ ഒരു ചിഹ്നം. നീ അല്ലേടാ പറഞ്ഞേ പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ? അതെ, ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ, അല്ലാതെ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാനല്ല. ആശാനെ പോട്ടെ, ഇത് ഫസ്റ്റ് ടൈം ആയോണ്ടല്ലേ, ഇനി ഇതൊക്കെ ശീലമായിക്കോളൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായ കുട്ടുമോൻ പി.പി.യെ 8 നിലയിൽ പൊട്ടിക്കാനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കണ്ണിലുണ്ണിയായ എരുമപ്പെട്ടി ജാനുവിനെ ആനപ്പിണ്ടം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടൂർ നമ്മൾ ഇറങ്ങിയതാണോ? എന്താ ലുക്ക്? ഓ, സൗന്ദര്യം ഒരു ശാപമായി പോയി. എന്താ ചെയ്യാ? അയ്യോ, ഇങ്ങനെയാണ് സൗന്ദര്യം? എന്താ ഇത് രഹസ്യം? ഇത് രഹസ്യമൊന്നുമില്ലേ. ഇതെന്ത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. മതി മതി, എന്നെ ഇവിടുന്ന് പൊക്കിയത് മതി. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നാട്ടുകാരെ ചാക്കിലാക്കാൻ നോക്കാം. കമോൺ. അയ്യോ ചേച്ചി, മീൻകാരനല്ല. ഇതാരാ വന്നേ നോക്കിയേ? ആഹാ, ഇതാരാ? നമ്മുടെ ജാനു ആയിരുന്നോ? ഓലപ്പിപ്പി ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. ആ കഞ്ഞി വന്നു പോയോ? നമ്മുടെ നേതാവ് ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമല്ലോ. അപ്പൊ ചേച്ചി മറക്കല്ലേ, എനിക്കിട്ട് തന്നെ കുത്തണേ. അത് പിന്നെ ഏതായാലും പിണ്ടത്തിന് തന്നെ കുത്തുള്ളൂ. എന്നാ പിന്നെ ശരി ചേച്ചി.
ആയാ എന്റെ പട്ടി കുത്തും പിണ്ടത്തിന്. നിങ്ങൾ ആ പീപ്പിയുടെ കൂടെയുള്ള അണികളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടോ? അവരെ പോയി ഒന്ന് ഉഷാറൊക്കെ കാണിച്ചൊന്ന് വിളിക്ക്. അതെ, വയറ് കാലിയാ നേതാവേ. ആ ബാലേട്ടന്റെ കടയിൽ നിന്ന് ഒരു രതീഷ് വാങ്ങി തന്നായിരുന്നേ വിളിക്കൊരു സ്ട്രോങ് ഉണ്ടാവുമായിരുന്നു. ഓ അതായിരുന്നോ കാര്യം? 2 3 രതീഷ് വാങ്ങി തരാനേ. എന്റെ മക്കളൊന്ന് വിളിച്ച ഈ നേതാവ് ഒന്ന് കേക്കട്ടെ. ചേച്ചി സിന്ദാബാ, സിന്ദാബാ സിന്ദാബാ ജാനു ചേച്ചി സിന്ദാബാ, സിന്ദാബാ സിന്ദാബാ ബാലചേട്ടൻ സിന്ദാബാ. അയ്യോ തെറ്റിപ്പോയി, ഞാൻ രതീഷിന്റെ കാര്യം ഓർത്തിട്ടാ. സിന്ദാബാ സിന്ദാബാ ജാനു ചേച്ചി സിന്ദാബാ, സിന്ദാബാ ജാനു ചേച്ചി സിന്ദാബാ, ആനപ്പിണ്ടം സിന്ദാബാ, ആനപ്പിണ്ടം സിന്ദാബാ. എന്റെ ചേച്ചിക്ക് സുഖമില്ലാത്ത ഞാൻ അടിച്ചോളാം. വേണ്ട ജാനു. സുഖമില്ലാത്ത ചേച്ചി പോയി റെസ്റ്റ് എടുക്കുന്നില്ല, ഞാൻ നോക്കിയോളാം. എന്റെ ഒരു ഫോട്ടോ എടുത്തേ, ചൂലും പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തേ. എടുത്തോ ആ എന്നാ ഞാൻ ഇനി മുറ്റം അടിക്കുന്നതിന് എടുത്തോട്ടോ. എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ അല്ലേ? എല്ലാം കിട്ടി നേതാവേ, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ എന്റെ ചേച്ചി എടുത്തോട്ടോ. അപ്പൊ ചേച്ചിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണം, പിന്നെ വോട്ടും വേണം. അപ്പൊ മറക്കണ്ട, നമ്മുടെ ചിഹ്നം ആനപ്പിണ്ടാണ്. അപ്പൊ നോക്കി കുത്തിയാക്കണേ. അടുക്കള ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ കണ്ടില്ല നേതാവേ, തലയിലും മേത്തൊക്കെ വീണല്ലോ കാടിവെള്ളം. അതൊന്നും സാരമില്ലെന്ന്. പിന്നെ ഞാൻ വന്ന എന്തിനാന്നറിയാവോ? വോട്ട്. ഓ അത് പിന്നെ പറയണോ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. എനിക്കത് മതി. ചേട്ടനോടും കൂടെ ഒന്ന് പറയണേ, ഓലപ്പിപ്പി എന്നാ. ഓക്കെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ കണ്ണിലുണ്ണിയായ കുട്ടുമോൻ എന്ന എന്നെ വിജയിപ്പിച്ചാൽ ഈ നാട് ഞാനൊരു സ്വർഗമാക്കി തീർക്കും. കണ്ണിലെ ഉണ്ണി, കണ്ണിലെ കരടാവൻ. അവരെയൊക്കെ ജയിപ്പിക്കുവാണെങ്കിലേ ഈ നാട് സ്വർഗമല്ല നരകമാക്കി തീർക്കുവാ. നീ പോടാ നിർക്കോടി. നേതാവ് എന്നെയാണോ നീർക്കോലിന്ന് വിളിച്ചത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ചോദിച്ചു പോവുകയാണ്, ഇതുപോലെയുള്ള പീപ്പികളെ വിജയിപ്പിച്ചാൽ ഈ നാടിന്റെ അസ്തമഞ്ഞ ഒരു ഓലപ്പീപ്പിയായി പോകും. എന്റെ സ്വന്തം നാട്ടുകാരെ, ഈ നാട്ടിലെ പ്രധാന ശത്രുവായ കൊതുകുകളെ തുരുത്തി ഓടിക്കുവാൻ എന്റെ ചിഹ്നമായ ആനപ്പിണ്ടം കൊണ്ടുവന്ന് കത്തിച്ച് ഞാൻ ഇവിടെ കൊതുക് വിമുക്തമായ ഗ്രാമമാക്കി തീർക്കുന്നതാണ്. ഓ പിന്നെ എന്റെ പൊന്നു നാട്ടുകാരെ, ഈ എരുമ ജാനുവിന്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ പോയി വോട്ട് ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എടാ മാക്രിത്തറിയാ, നീ എന്റെ ഇരട്ട പേര് വിളിക്കുവാടാ. നീ പൊടി എരുമ ജാനു. നീ എന്താടാ ഞങ്ങളുടെ നേതാവിനെ വിളിച്ചേ? ധൈര്യം ഉണ്ട്, ഒന്നുകൂടെ വിളിക്കടാ. എരുമ ജാനു, എരുമ ജാനു, എരുമ ജാനു. നേതാവേ വാ പോവാം, അവന് ഭയങ്കര ധൈര്യം. നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഇവരെ ആദ്യം വന്ന് അടിക്കണം. എന്റെ രോമത്തിൽ പോലും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ലടാ. ഇവൻ അടിച്ചു. ആഹാ, അത്രയ്ക്ക് ആയോടാ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാടാ. ഇനി ഒന്നും നോക്കണ്ടടാ, ഓടിക്കോടാ.
താമരക്കുളം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ മത്സരിച്ച് കുട്ടുമോൻ PP-യെയും എരുമപ്പെട്ടി ജാനുവിനെയും പിന്നിലാക്കി 8 നിലയിൽ പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടിൻഡുമോൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്ര നാളും കൂടെ നടന്നിട്ട് കാര്യം മാറുന്നോടാ പട്ടികളെ. എന്റെ കാശും കൊണ്ട് രതീശ് വാങ്ങി തന്നിട്ട് ചാത്തിച്ചല്ലോടാ. ഞങ്ങൾക്കും ജീവിക്കണ്ടേ ആശാനെ. എന്നാലും എന്റെ ജാനു ഇത് എങ്ങനെ സംഭവിച്ചു? സോ സിമ്പിൾ. നിങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിലും നാട്ടുകാർക്ക് ബുദ്ധിയുണ്ട്.